നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. കർത്താവ് വരാൻ സമയമായി. ഒരു സഭയോടല്ല, നമ്മുടെ ഈ സഭയോടല്ല, അനേക സഭകളോട് കർത്താവിൻ്റെ സംസാരിക്കാനുള്ളത് നിങ്ങൾ ഹല്ലേലൂയ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. ഈ തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം? നമ്മളെ പരമാർത്ഥികളായിരിക്കണം. ഒരു പിറുപിറുപ്പും കൂടാതെ, ഒരു വാദവും കൂടാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ ഏൽപ്പിക്കണം. എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ, വേറെ ആർക്കും കഴിയത്തില്ല. അശുദ്ധിയെ വിശുദ്ധിയെ തികച്ച് നാം നിൽക്കണം. അശുദ്ധി നമ്മളിൽ നിന്ന് മാറിപ്പോണം. അതാണ് കർത്താവിൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, ഒരു ജയജീവിതം നടത്തുവാൻ, അത് ഭയത്തോടും വിറയലോടും കൂടിയ ഒരു ജീവിതം നാം നയിക്കേണ്ടത് ആവശ്യമാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേറ്റാൽ നീ പ്രകാശമുള്ളവനായി മാറും. ആ പ്രകാശിപ്പിക്കുന്ന ആരാ? കർത്താവ് നിന്നിൽ പ്രകാശം ഉണ്ടാക്കും. നീ ഉഴുകാതെ കിടക്കുന്ന നിന്റെ മണ്ണ് നീ ഒന്ന് ഉഴുതാൽ കർത്താവ് അനുഗ്രഹത്തെ പൊഴിക്കും. എനിക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. സർട്ടിഫിക്കേഷനാണ്, എക്സ്ട്രാ സർട്ടിഫിക്കേഷനാണ്. ദുബായ് പോലീസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന അവരെ ഈ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ഇപ്പം സിറ എന്നാണ് അവർ അതിനെ വിളിക്കുന്നത്, ദുബായ് പോലീസിൻ്റെ അണ്ടറിൽ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ്ങിന് എന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രൈഡേ എക്സാം ഉണ്ട്. അപ്പം ദൈവകൃപയാൽ എക്സാം നല്ലോണം ചെയ്യാനും പറ്റി. അതിൻ്റെ ടെസ്റ്റ് പാസ്സായി കിട്ടി. എനിക്കൊരു വീട് വേണം എന്നുള്ളത് ഭയങ്കര വലിയ സ്വപ്നമായിരുന്നു. അത് ഇത്രയും പെട്ടെന്ന് ദൈവം എനിക്ക് നടത്തി തരും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഞാനൊരു വീട് മേടിക്കാൻ എനിക്ക് സാധിച്ചു. അത് എറണാകുളത്ത് തന്നെ നല്ലൊരു സ്ഥലത്ത് തന്നെ മേടിക്കാനും ഒക്കെ സാധിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ചെന്ന എല്ലാ ഇടത്തും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. അനേകർക്ക് വേണ്ടി, അനേക ഡിപ്രഷനിലായിരുന്നവർക്ക് വേണ്ടി, അനേക ഭാരത്തിൽ, അനേക പ്രയാസത്തിൽ ആയതുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കണം കർത്താവ് കൃപ. ചില ഭവനങ്ങളിൽ പോകാൻ തക്കണം കർത്താവ് സഹായിച്ചു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ഈ കഴിഞ്ഞ ഫ്രൈഡേ 17 ഇയേഴ്സിന് ശേഷം എനിക്ക് അവിടുത്തെ സർവീസ് കഴിഞ്ഞ് സന്തോഷത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടുകൂടെ അവിടുന്ന് ഇറങ്ങി വരുവാൻ സ്വർഗം ഇടയാക്കിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ: കർത്താവ് എന്നെ താങ്ങി. മാതാപിതാക്കളുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത യഥാർത്ഥമായിട്ട് അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കി.